യുവനടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ നേരത്തെ പറഞ്ഞ വാദത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് താൻ നിരപരാധിയെന്ന് ആവർത്തിക്കുകയാണ് സംവിധായകൻ രഞ്ജിത്ത്. പരാതിക്ക് പിന്നിൽ നടിയുടെ അഭിനയത്തെ വിമർശിച്ചതിലുള്ള വൈരാഗ്യമെന്നാണ് രഞ്ജിത്തിന്റെ വാദം. അഭിനയം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിനാൽ സംവിധായകൻ എന്ന നിലയിൽ വിമർശിക്കുകയും ചില സീനുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് തനിക്കെതിരെ നടി പരാതിയുമായി രംഗത്തെത്തിയതെന്നും രഞ്ജിത്ത് പറയുന്നു. ഒപ്പം തനിക്കെതിരെ പരാതിപ്പെടാൻ ചില നിർദ്ദേശങ്ങൾ നടിക്ക് ലഭിച്ചിരുന്നുവെന്നും ആരോപണമുണ്ട്. പ്രതി കോടതിയിൽ ഉയർത്തിയ ആരോപണങ്ങൾ ഇതൊക്കെയായിരുന്നു. ജനുവരിയിൽ നടന്ന സംഭവത്തിന് മാർച്ചിലാണ് പരാതി നൽകിയെന്ന വാദം ഉയർത്തി ഇക്കാര്യം സമർത്ഥിക്കാനുള്ള ശ്രമവും പ്രതി നടത്തുന്നുണ്ട്. പക്ഷേ അന്വേഷണവുമായി പ്രതി സഹകരിക്കുന്നില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കേസ് അന്വേഷണത്തിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഉൾപ്പെടെ എല്ലാം വിശദമായി പറയും ക്രൈം ഫയൽ സ്പെഷ്യൽ സ്റ്റോറിയിൽ സ്നേഹാമോൾ നൈനാൻ. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന യുവനടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലാകുന്നത് മാർച്ച് 31-നാണ്. തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ രഞ്ജിത്തിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഏപ്രിൽ 4-ന് കൂടുതൽ ചോദ്യം ചെയ്യലിനായി രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നടിക്ക് തന്നോടുള്ള വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെ കാരണമെന്നാണ് ഇന്ന് രഞ്ജിത്ത് കോടതിയെ അറിയിച്ചത്. അതേസമയം രഞ്ജിത്ത് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. കൊച്ചിയിൽ വെച്ച് നടന്ന സിനിമാ ഷൂട്ടിങ്ങിനിടെ തന്നെ കാരവാനിൽ വിളിച്ചു വരുത്തി സംവിധായകൻ രഞ്ജിത്ത് ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നതാണ് യുവനടിയുടെ പരാതി. തുടർന്ന് മാർച്ച് 31-ന് തൊടുപുഴയിൽ വെച്ചാണ് ഇടുക്കി എസ്പിയുടെ നിർദ്ദേശപ്രകാരം തൊടുപുഴ പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. നടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകൾ ലഭിച്ചതാണ് രഞ്ജിത്തിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. ജനുവരി 30-ന് സിനിമയുടെ സെറ്റിലെ കാരവാനിൽ വെച്ചാണ് സംഭവം. അതിക്രമത്തിൽ നിന്നും രക്ഷപ്പെടാൻ കാരവാനിൽ നിന്നും ഇറങ്ങിയോടിയെന്നും പിന്നീട് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെ കേസൊതുക്കി തീർക്കാനുള്ള ശ്രമം നടന്നുവെന്നും നടി മൊഴി നൽകി. തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അറസ്റ്റിന് പിന്നാലെ ഏപ്രിൽ 1-ന് രഞ്ജിത്തിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി ഏപ്രിൽ 4-ന് കോടതി രഞ്ജിത്തിനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻ വാൾ, കൃത്യം നടത്തിയ കാരവാൻ എന്നിവിടങ്ങളിൽ രഞ്ജിത്തിനെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. കാരവാന്റെ ഡ്രൈവറെ ചോദ്യം ചെയ്തെങ്കിലും കൃത്യത്തെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു മറുപടി. ഇതിനിടയിൽ ഫോൺ രേഖകളും രഞ്ജിത്തിന് കുരുക്കായി. അതിക്രമത്തിന് പിന്നാലെ രഞ്ജിത്ത് യുവനടിയെ ഫോണിൽ വിളിച്ചെന്ന് പോലീസ് കണ്ടെത്തി. എന്നാൽ നടി ഫോൺ എടുത്തിരുന്നില്ല. ഡിജിറ്റൽ രേഖകൾ ശേഖരിച്ച ശേഷം രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്ന് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. നിയമ നടപടിക്ക് പിന്നാലെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ രഞ്ജിത്തിനെ സസ്പെൻഡ് ചെയ്തു. ഷൂട്ടിംഗ് സെറ്റിൽ IC കാര്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് WCCയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. സിനിമയിലെ റോളുമായി ബന്ധപ്പെട്ട തർക്കമാണ് തനിക്കെതിരെ ഉയർന്ന ലൈംഗികാതിക്രമ പരാതിക്ക് കാരണമെന്നും സംവിധായകൻ രഞ്ജിത്ത് ഇന്ന് കോടതിയിൽ പറഞ്ഞു. നടിയുടെ അഭിനയം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിനെ തുടർന്ന് ചില സീനുകൾ വെട്ടിക്കുറച്ചത് സെറ്റിൽ പ്രചരിച്ചു. ഇതിന് പിന്നിലെ വൈരാഗ്യമാണ് നടിക്ക് തന്നോടെന്നും ജനുവരിയിൽ നടന്ന സംഭവത്തിൽ മാർച്ചിൽ പരാതി നൽകിയത് ചില നിർദ്ദേശങ്ങൾ ലഭിച്ച ശേഷമാണെന്നും രഞ്ജിത്ത് ആരോപിച്ചു. അതേസമയം രഞ്ജിത്ത് അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്നും അതുകൊണ്ടാണ് കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം രഞ്ജിത്ത് ഡോക്ടർമാരോടും സഹകരിച്ചു. മരുന്നുകൾ കഴിക്കാൻ തയ്യാറായില്ല. സിനിമയുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെടുക്കാൻ സാധിച്ചില്ല. അതിനായി രഞ്ജിത്ത് സഹകരിച്ചില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ കാലാവധി 1 ദിവസം ബാക്കി നിൽക്കെ പോലീസ് മജിസ്ട്രേറ്റിന് മുന്നിൽ തന്നെ ഹാജരാക്കിയത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്ന് രഞ്ജിത്ത് കോടതിയിൽ പറഞ്ഞു. മാധ്യമശ്രദ്ധ ലഭിച്ച കേസിൽ പ്രതിക്ക് ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. മുൻ കസ്റ്റഡി കാലയളവിൽ രഞ്ജിത്ത് ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചില്ല എന്നും അതിനാൽ 2 ദിവസത്തെ കസ്റ്റഡി കൂടി വേണമെന്നും SIT ആവശ്യപ്പെട്ടു.
രഞ്ജിത്തിനെ നാളെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും നാളെ കോടതി പരിഗണിക്കും. അറസ്റ്റിലായ ദിവസം രഞ്ജിത്തിന്റെ പ്രതികരണം ഓർമ്മയില്ലേ? എല്ലാം തെളിയുമെന്ന്. എല്ലാം തെളിയണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് രഞ്ജിത്ത് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല? വരും ദിവസങ്ങളിൽ അറിയാം. ഷവർമാൻ ശരത്തുംപാട്ടുകാവിനൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.